അപ്പൊ ഏതായാലും എന്താ വളരെ കളറായി അങ്ങനെ സൂരജിന്റെ ചിത്രം അങ്ങനെ വാട്ടർ കളറിലേക്ക് മെല്ലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സൂരജിൽ നിന്നാണ് അർച്ചനയിലേക്ക് പോയത്. അപ്പോൾ സൂരജിന്റെ ചിത്രത്തിൽ തന്നെ നമുക്ക് ഇതാ കണ്ട വാട്ടർ കളറിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പെൻസിലിൽ ആ ചിത്രം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് മാറിയത്. ഇതാ വാട്ടർ കളറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സൂര്യൻ്റെ കിരണങ്ങളേറ്റ തേരിനെ, അതുപോലെ ഈ കൽപ്പാത്തി തെരുവിനെ ഒക്കെയാണ് സൂരജിൻ്റെ ഈ വാട്ടർ കളറിൽ ഇങ്ങനെ വരുന്നത്. ലോകമെമ്പാടും ഒട്ടേറെ ഈ പറഞ്ഞതുപോലെ എക്സിബിഷൻസും ഷോസും ഒക്കെ ചെയ്തിട്ടുള്ള പാലക്കാടിൻ്റെ ഏറ്റവും ലോകത്ത് യൂറോപ്പിലടക്കം എക്സിബിഷൻസ് ഒക്കെ നടത്തിയുള്ള സൂരജ് എന്നോട് രാവിലെ പറഞ്ഞത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പക്ഷേ പാലക്കാടാണ്. പാലക്കാടിൻ്റെ ഈ ഒരു വൈബാണ്, ലൈവ് ഷെയ്ഡ്സ് ആണ്. ഓക്കെ അപ്പൊ കുറച്ചുകൂടി ആകുമ്പോഴേ സൂര്യൻ വെച്ച് വരുമ്പോ കുറച്ചും കൂടി അത് നിറം മാറില്ലേ? അതാണ് ചലഞ്ച്. അതായത് ഏത് നേരം നോക്കിയാലും കാണുന്നയാൾക്ക് ആ കാഴ്ച ഫീൽ ചെയ്യണം അല്ലേ? യെസ്. നമ്മളെ ഉദ്ദേശിച്ച ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. സ്റ്റിൽ നമ്മൾ വരച്ച് കഴിയുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ ആ തുടങ്ങിയെടുത്തുന്ന ആ ഒരു ഫീലും അപ്പോഴുള്ള അറ്റ്മോസ്ഫിയറിന്റെ ഒരു ഫീലും രണ്ടും കൂടെ അതിന്റെ ഒരു മീഡിയം നമ്മൾ പിടിക്കണം. ഏത് സമയവും ഒരു വെല്ലുവിളി, ആർട്ടിസ്റ്റിന്റെ വെല്ലുവിളിയും അത് തന്നെയാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാട്ടർ കളറിൽ വർക്ക് ചെയ്യുന്നത്. കാരണം എത്ര വർഷം നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ കളർ നമുക്കൊരു സാധനം തരും. അതുകൊണ്ട് തൃപ്തിപ്പെടുക മാർഗമുള്ളൂ. അപ്പോൾ ആ ഒരു സ്പോണ്ടേനിറ്റിയാണ്. നമുക്കൊന്നും നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. കുറേ മെസ്സ് ഉണ്ടാവും. പുറത്തുനിന്നാകുമ്പോൾ ചിലപ്പോൾ ലൈറ്റ്, അതുപോലെ ടെമ്പറേച്ചർ ഭയങ്കര കുറവാണെങ്കിൽ ഇത് ഉണങ്ങാൻ വൈകും. അങ്ങനെയുള്ള കുറേ ചാലഞ്ച് ഉണ്ട്. പിന്നെ ആ കുഴപ്പമുണ്ടെന്ന് തോന്നില്ല, നല്ല ടെമ്പറേച്ചറാണ്. പാലക്കാട് എപ്പോഴും നല്ല ടെമ്പറേച്ചർ. ഈ പറഞ്ഞ പോലെ സൂരജിന്റെ വാട്ടർ കളറിന് ചേർന്ന ക്ലൈമറ്റ് ആണ് അല്ലേ? വേഗം തന്നെ ചിത്രമായി മാറിക്കോളും. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ സ്പോണ്ടേനിയസ് ആണ്. ഞങ്ങളുടെ മോർണിംഗ് ഷോയും വളരെ സ്പോണ്ടേനിയസ് ആണ്. അപ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് വരുന്ന മനുഷ്യർ, അവരുടെ ചിന്തകൾ, അതുപോലെ തന്നെ കാണുന്ന കാഴ്ചകൾ, അങ്ങനെ കൽപ്പാത്തിയുടെ ഭക്തിസാന്ദ്രമായ ഈ ഒരു പ്രഭാതമാണ് അങ്ങനെ രാവിലെ മുതൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങളിങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. കൽപ്പാത്തി രാവിലെ ഉണർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇന്ന് വൈകുന്നേരമാണ്, സന്ധ്യയ്ക്കാണ് ഈ ദേവരഥങ്ങളാകെ ഇവിടെ സംഗമിക്കുന്നത്. അതാണ് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കഴിഞ്ഞ 3 ദിവസങ്ങളായി അങ്ങനെ ഈ ഗ്രാമം ചുറ്റി ഇങ്ങനെ രഥങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ ആ രീതിയിൽ കൽപ്പാത്തിയുടെ ഒരു ചാരുതയുണ്ടല്ലോ, കൽപ്പാത്തിയുടെ ചന്തമുണ്ടല്ലോ, അത് ഓരോന്നും ഇപ്പോൾ ക്യാൻവാസിലാക്കുന്ന സൂരജിൻ്റെ മുമ്പിൽ നിന്നാണ്, സൂരജിനോടൊപ്പം നിന്നാണ് ഗുഡ് മോർണിംഗ് കേരളം ഇന്ന് നമ്മൾ അവസാനിപ്പിക്കേണ്ട ഒരു സമയം ആവുന്നത്. മനു ഉണ്ട്, കുട്ടനുണ്ട്. അവർ ഈ കൽപ്പാത്തിയിലെ ജനസഞ്ചയത്തിൽ എവിടെയോ ലയിച്ച മട്ടുണ്ട്, തൊട്ടടുത്ത് കാണാനില്ല. സൂരജിൻ്റെ ഈ ചിത്രം വരയുടെ ഓരോ ഘട്ടവും കാണാൻ രാവിലെ മുതൽ ആളുകൾ ഇവിടെ ഒത്തുകൂടുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് പോയവർ, ക്ഷേത്രത്തിലേക്ക് പോകാൻ വന്നവരല്പം നിന്ന് ക്ഷേത്രത്തിൽ പോകുന്നത് മാറ്റിവെച്ചൊക്കെ ഈ ചിത്രരചന ഇങ്ങനെ ഈ വാട്ടർ കളർ കണ്ട് നിൽക്കുകയാണ്. ഈ ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ കണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. ശരത്ത്, നമുക്ക് തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോകണം. മോർണിംഗ് റൗണ്ടപ്പിന്റെ സമയമായി. അന്ന അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കുട്ടൻ, മനു ഇവിടെ വരൂ. എവിടെ ഈ ക്ഷേത്രകം അവിടെ ഒന്ന് അനൗൺസ് ചെയ്യിച്ചാലോ? കുട്ടനും മനുവും ഈ പരിസരത്ത് എവിടെയുണ്ടെങ്കിൽ അടിയന്തരം അപ്പൊ ദാ ഇവരെത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ മുങ്ങാൻ ശ്രമിച്ചതാണ്, നമ്മളത് കൈയോടെ പിടികൂടി. വലിയ പ്ലാൻ തന്നെ.